കോൺഗ്രസ് മന്ത്രിസഭ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഏകദേശം 5 മാസം പിന്നിടുന്നുണ്ട്. അധികാരം ഏറ്റെടുക്കുമ്പോൾ ഒരു മന്ത്രിയായിട്ട് അധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒട്ടേറെ പ്രതീക്ഷകളുണ്ടായിരുന്നിരിക്കും. ഇപ്പോൾ ഈ 5 മാസം പിന്നിടുമ്പോൾ ഇനി അങ്ങോട്ട് ഈ 5 വർഷത്തേക്ക് പോകുന്നതിൽ എത്രത്തോളം ഒരു കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഇതുവരെ നോക്കുമ്പം എത്രത്തോളം സംതൃപ്തനാണ്? മന്ത്രി എന്ന നിലയിൽ ഈ വകുപ്പ് ഏറ്റെടുക്കുമ്പോഴും മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോഴും പ്രതീക്ഷകളെക്കാൾ ഉപരി ഒരു പ്രത്യേക രീതിയിലുള്ള, കാരണം ഇതുവരെയായിട്ടും ഒരു പാർട്ടിയുടെ സ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ MLA എന്ന നിലയിലും കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഏറ്റെടുത്തപ്പോഴൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അതിനെക്കുറിച്ചത്ര വലിയൊരു എന്താ പറയുക, ഒരു ഭീതിയോ അല്ലെങ്കിൽ ഒരു എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. പക്ഷേ അതേസമയം ഏറ്റെടുത്തപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായി കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പ്രത്യേകിച്ച് കർഷകർക്ക്. അപ്പോൾ കൃഷി എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷിയാണ് ഞങ്ങളുടെ വകുപ്പ് എന്നതിനെക്കുറിച്ച് ആദ്യം ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടത് കൃഷി ആവശ്യപ്പെട്ടപ്പോൾ കൃഷി എന്നത് എന്താണ് എന്നതിനെക്കുറിച്ച്, കൃഷിയെക്കുറിച്ചറിയാം, കൃഷി വകുപ്പ് എന്നത് എന്താണ് എന്നതിനെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ പറയുകയല്ലേ, ഇപ്പം കാർഷിക മേഖലയിൽ നിന്ന് ജനങ്ങൾ പിന്നോട്ട് പോകുന്നു എന്ന ചിന്തയാണ് നമുക്കുള്ളത്. പക്ഷെ അതൊന്നുമല്ല ഉള്ളത്. ഒരുപാട് ആളുകൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങളൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കൃഷി വകുപ്പ് ഏറ്റെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുള്ള സാധ്യതകളുമുണ്ട്. കൃഷി വകുപ്പിനെ സംബന്ധിച്ചുള്ള ഒരുപാട് സഹായം ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്തുകൊണ്ട് കാർഷിക മേഖലയിൽ അന്യം നിന്ന് പോകുന്ന ഒരു കാർഷിക സംസ്കാരത്തെ വീണ്ടെടുത്തുകൊണ്ട് വളരെ പ്രോജ്വലമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ മുന്നിൽ നടത്തി ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് മറ്റ് നേതൃത്വപരമായ രാഷ്ട്രീയ നേതാക്കളും കർഷകത്തിൻ്റെ മറ്റ് സംഘങ്ങളെയും കർഷകരായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് സംഘടനകളെയും ഒക്കെ തന്നെ ആ രംഗത്ത് കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നതാണ് ചിന്ത. അതോടൊപ്പം തന്നെ ഈ യുവതലമുറ ഇന്ന് നമ്മളെന്തായാലും കൃഷി എന്ന് പറയുമ്പോൾ ഒരു അലർജി മോഡലാണ് ഉള്ളത്. പക്ഷേ എന്നാലും കുറേ ആളെ ആകർഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് പെട്ടെന്ന് ധാരണ തോന്നി. അങ്ങനെയാണ് അഗ്രികൾച്ചർ റിസർച്ച് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ആശയം എൻ്റെ മനസ്സിലുണ്ടായത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പ്ലാനിംഗ് ബോർഡൊക്കെ തന്നെ അത് അംഗീകരിച്ച് ഏകദേശം 50 കോടിയുടെ ഒരു പദ്ധതി എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ വരാൻ 9 കോടി. അപ്പോൾ ആ പദ്ധതി വരുന്നതോടുകൂടി പുതിയ ടെക്നിക്കൽ മെക്കാനിസം അതോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള കൃഷി ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു അവബോധം യുവാക്കളിൽ ഉണ്ടാക്കാനും ആ യുവാക്കൾ ഉണ്ടാക്കൊണ്ട് അവരെ ഈ രംഗത്ത് കൊണ്ടുവരുവാനും സാധിക്കും എന്നതാണ് ചിന്തിക്കുന്നത്. മനസ്സിൽ കിടക്കുന്ന ഒരു ഭരണരീതി അല്ലെങ്കിൽ ഒരു സംരംഭം നടപ്പിലാക്കുന്നതിലൊക്കെ മുഖ്യമന്ത്രി അടങ്ങുന്ന ഈ കോൺഗ്രസ് മന്ത്രിസഭയിൽ നിന്നും എത്രത്തോളം ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല, കൂടുതലായിട്ടാണ് കിട്ടുന്നത്. അതാണ് നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാനുള്ളത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആര് എന്ത് ചെയ്യുന്നു, എന്താണ് പുതിയ ഭാവന അല്ലെങ്കിൽ പുതിയ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ മുഖ്യമന്ത്രിയിൽ നിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇവരൊക്കെ ചേർന്നുകൊണ്ടുള്ളൊരു കോർഡിനേഷൻ ഈ രംഗത്തുണ്ട്. ഒന്നിനെ എതിർക്കുക എന്നതല്ല, മറ്റത് നടപ്പിലാക്കാൻ എന്താണ് വഴി. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഇത് നടപ്പിലാക്കാൻ എന്താണ് വഴി. ഇപ്പോൾ ഈ കൃഷി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പണം ഒരു പ്രശ്നമല്ല. കാരണം ഏകദേശം 1000-ഓളം കോടി രൂപയാണ് കേന്ദ്ര സഹായം ഓരോ വർഷവും കേരളത്തിൽ ലഭിക്കുന്നത്. അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. ഞങ്ങൾ രണ്ടാമത് പോയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, സ്പെൻഡ് ചെയ്തിട്ടില്ല, ചിലവഴിച്ചില്ല എന്ന് പറയുന്നത്. അപ്പോൾ ചിലവഴിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക. അതാണ് ഇന്നലെയും ഞാൻ നിയമസഭയിൽ പറഞ്ഞത്. കഴിഞ്ഞ കാലത്ത് തുടങ്ങി വെച്ച നല്ല പദ്ധതികൾ പൂർത്തീകരിക്കുക. ഒരുപാട് നല്ല പദ്ധതികളുണ്ട്. അപ്പോൾ ആ പദ്ധതികളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും അകമഴിഞ്ഞ സഹായം ലഭിക്കുന്നുണ്ട്. അത് നിർബന്ധം. പുതിയ ആശയങ്ങൾ അവരുടെ അടുത്തും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ 300 രൂപ കാർഷിക പെൻഷൻ, അതിനെപ്പറ്റി പെൻഷൻ കൊടുക്കണം, എല്ലാവർക്കും പെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ധനമന്ത്രിയാണത് കൊണ്ടുവന്നത്. പിന്നെ കരാർ കൃഷി അതും ഈ പറഞ്ഞപ്പോൾ നമുക്കൊരു കൂട്ടായ കൃഷി ഉണ്ടാവണം. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് ധനമന്ത്രി ഇപ്പോൾ ഇങ്ങോട്ട് വെക്കുന്നു, പിന്നെ മുഖ്യമന്ത്രി അത് അംഗീകരിക്കുന്നു, അതൊക്കെ തന്നെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ആശയമാണ്, പുതിയൊരു ആശയമാണ് കിസാൻ പഞ്ചായത്ത്. നമ്മൾ പഞ്ചായത്ത് തലത്തിലാണ് കൃഷിഭവനുകളുള്ളത്. പക്ഷേ കൃഷിഭവനുകൾ ഒരിക്കലും കർഷകരുടെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാക്കുന്നില്ല, മറിച്ച് പഞ്ചായത്തിലാണ് അതിൻ്റെ സൗകര്യങ്ങൾ.
പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകും. ഇത് കൃഷിഭവൻ എപ്പോഴും ഒരു എന്താ പറയുക, സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അവിടെ ആയിരിക്കണം ഇതിൻ്റെയൊക്കെ തന്നെ സംഘം. കൃഷിഭവനിലൂടെ കർഷകർക്ക് വേണ്ടത് എത്തിക്കുക, കൃഷിഭവനിൽ കർഷകർ വരിക, അവർ വന്നുകൊണ്ട് അവിടെ വെച്ച് യോഗം ചേരുക. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ മാതിരി കിസാൻ പഞ്ചായത്ത് കർഷകരുടെ കൂട്ടായ്മ ഉണ്ടായിരിക്കുക. വയലിലും അതുപോലെ തന്നെ മാവിൻ ചോട്ടിലൊക്കെ തന്നെ ഇരുന്നുകൊണ്ട് യോഗം ചേർന്നുകൊണ്ട് അവിടെ എന്ത് വേണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുക. അതോടൊപ്പം തന്നെയാണ് വേറൊരു ആശയമുള്ള കരാർ കൃഷി. അത് നമ്മൾ കേന്ദ്ര സർക്കാർ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. 50 കോടി രൂപയാണ് അതിനാവശ്യപ്പെട്ടിരിക്കുന്നത്. കരാർ കൃഷി എന്ന് പറയുന്നത് കൃഷി വകുപ്പും ഭൂവുടമയും. ഇപ്പോൾ ഭൂവുടമ എന്ന് വെച്ചപ്പോൾ താങ്കളൊരു ഭൂവുടമയാണെങ്കിൽ ഒരു 50 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്. ആ ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങൾ. ഒന്ന്, ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല, ഇപ്പം നിങ്ങൾക്ക് പണമില്ല, തൊഴിലാളികളെ കിട്ടുന്നില്ല. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥനും വന്നുകൊണ്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു MOU ധാരണാപത്രം ഒപ്പുവെക്കുകയാണ്. ഇത്ര കൊല്ലത്തേക്ക്, 1 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ ഇന്നേ കൃഷി ചെയ്യാൻ. ഇപ്പം പച്ചക്കറി ആയിരിക്കും. ഒക്ടോബർ മാസം മുതൽ മാർച്ച് ഏപ്രിൽ മാസം വരെ നമുക്ക് നന്നായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാം. അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 6 മാസത്തേക്ക് നിങ്ങളുടെ ഭൂമി തരിക. അപ്പോൾ അങ്ങനെ തരുമ്പോൾ ലാഭം കിട്ടുന്നതിൻ്റെ ഇത്ര ശതമാനം ഒന്നുകിൽ പിന്നെ വെജിറ്റബിൾ പച്ചക്കറി തന്നെയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പണമായിട്ട് നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഭൂവുടമക്ക് തൻ്റെ കൃഷിഭൂമി കൃഷിയുക്തമാക്കുകയും അതിൽ നിന്നൊരു വരുമാനവും കിട്ടുന്നു, യാതൊരു അധ്വാനവുമില്ലാതെ ഭൂവുടമക്ക് കിട്ടുന്നു. അതാണ് ഈ കരാർ കൃഷിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഫലവത്താവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഭൂമി പോലും തരിശായി കിടക്കാൻ പാടില്ല. ഫെലോ ലാൻഡ് മുഴുവനും കൾട്ടിവേറ്റ് ചെയ്യണമെന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം. കഴിഞ്ഞ മന്ത്രിസഭ ഇടതുമുന്നണി സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. പാടം നികത്തുന്നതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ആ ഒരു നിയമം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലിപ്പോൾ കോൺഗ്രസ് മന്ത്രിസഭ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃഷി വകുപ്പ് എത്രത്തോളം അത് നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്? ഇപ്പം കുറച്ചും കൂടി കർശനമാക്കിയിട്ടുണ്ട്. ഈ പാടം നികത്തരുത് എന്നൊരു നികത്താൻ പാടില്ല എന്ന നിയമം നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഈ കമ്മിറ്റിയുമായിട്ടുള്ള ചർച്ചകൾ, സെലക്ട് കമ്മിറ്റിയുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നികത്തി. പക്ഷേ ഇപ്പോഴ് കുറേ ബോധമുണ്ടായി ജനങ്ങൾക്ക്. നികത്തുന്നത് മോശമാണ്, നികത്തിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളും അവർ തന്നെ ബോധമായി എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളും അതിന് എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഔദ്യോഗിക തലത്തിലുള്ള ഇടപെടലിനേക്കാൾ കൂടുതലായിട്ട് പിന്നെ ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടിയുള്ള എതിർപ്പ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവണം എന്നതാണ് അതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഔദ്യോഗികമായിട്ട് ഇടപെടാൻ സാധിക്കും, പക്ഷെ അതിനും കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മാർഗ്ഗങ്ങൾ. ഭൂമി കൂടുതലുള്ളവൻ അവൻ്റെ ഭൂമിയെല്ലാം മറ്റൊരാൾക്ക് കൊടുത്തിട്ട് 5 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ നോക്കും. ഇതൊക്കെ തന്നെ ഉണ്ട്. അതിലൊക്കെ രക്ഷപ്പെടാൻ മാർഗ്ഗങ്ങളുണ്ട്. കോൺഗ്രസ് മന്ത്രിസഭാധികാരത്തിൽ വരുമ്പോൾ മുന്നിലുണ്ടായിരുന്ന വളരെ വലിയ വെല്ലുവിളികളിലൊന്നായിരുന്നു ഈ എൻഡോസൾഫാൻ്റെ കാര്യം. കഴിയുന്നിടത്തോളം തുടക്കത്തിൽ അത് നിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്തല്ലോ. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ് തീർച്ചയായിട്ടും ഒരു നടപടി പ്രധാനമായിട്ടും വേണ്ടതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻഡോസൾഫാൻ്റെ ഒരു വിറ്റഴിക്കൽ നിയന്ത്രിക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട് ഒരു കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിസഭയ്ക്ക്? ഈ സർക്കാർ അധികാരമേറ്റ മെയ് 18-ാം തീയതി ആദ്യമായിട്ടെടുത്തൊരു തീരുമാനമാണ് എൻഡോസൾഫാൻ 100% ബാൻ ചെയ്യുക. എവിടെയെങ്കിലും എൻഡോസൾഫാൻ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുക, നശിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ്. അതിൽ കുറേ വിജയിച്ചിട്ടുണ്ട്. അതിൽ എൻഡോസൾഫാൻ മാത്രമല്ല, എൻഡോസൾഫാനേക്കാളും മാരകമായ ഒരുപാട് കീടനാശിനികളുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പിടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനൊരു മാറ്റം വരും. പക്ഷേ അതിൽ പിന്നെ കർഷകർ ഇങ്ങോട്ട് ചോദിക്കുന്നത് അതിന് ബദൽ ഒരു സംവിധാനം വേണം എന്നതാണ് എല്ലാവരുടെയും വിഷയം. എന്നാൽ പോലും ബദലില്ലെങ്കിൽ പോലും എൻഡോസൾഫാൻ നിരോധിക്കണമെന്ന് നിർബന്ധമാണ്. കേന്ദ്രത്തിൽ ഇതിനെക്കുറിച്ചുള്ള ആശയവിനിമയങ്ങളും അതുപോലെ തന്നെ ഇതിനെതിരെയും അനുകൂലമായിട്ടും ഒരുപാട് സംഭാഷണങ്ങൾ ഉണ്ടായെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം 100% നിരോധിക്കുകയും 100% നിരോധിക്കുന്നത് പ്രാബല്യത്തിലാവുകയും എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ നിരോധിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ ഇപ്പം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ആ നിലയിലേക്ക് എത്തി. രാജ്യത്താകമാനം നിരോധിക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിരോധിക്കുക എന്ന് മാത്രമല്ല, മുഴുവൻ നിരോധിക്കണം എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സമ്മർദ്ദവും. പക്ഷേ അതേസമയം നമുക്കതിന് അധികാരമില്ല. കേരളത്തിൽ നിരോധിക്കാൻ നമുക്ക് അധികാരമുണ്ട്, അത് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ വളരെ സ്വാഗതാപൂർവമായൊരു തീരുമാനമാണ് എടുത്തത്. നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ നടപടി പ്രകാരം ഈ ഇന്ത്യ രാജ്യത്ത് മുഴുവനും നിരോധിക്കണമെന്നാണ്. അത് നടപ്പിലാക്കുന്നതോടെ എൻഡോസൾഫാനിൽ നിന്നും ഇനി മറ്റൊരു കൂടുതൽ ദുരന്തം ഉണ്ടാവില്ല എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എൻഡോസൾഫാൻ ഇപ്പോൾ ഒരിടത്തും വിൽക്കുന്നില്ല എന്ന് തീർത്തും പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ടുള്ള നമ്മളെ അറിവ് വിൽക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇനി ഉണ്ടെങ്കിൽ നമ്മളെ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും പറയും, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത്
റിപ്പോർട്ട് ചെയ്യണം എന്നതാണ്. എൻഡോസൾഫാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര നിലപാടിനോട് ജനങ്ങൾക്ക് വളരെ വലിയ വിയോജിപ്പാണ്. എൻഡോസൾഫാനും കുഴപ്പമില്ലാത്തൊരു കീടനാശിനിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെ സർക്കാർ നടത്തിയിരുന്നു. ഇതേ അവസ്ഥയിലാണ് കേരള സർക്കാർ ഇത് ബാൻ ചെയ്യാൻ ശ്രമിക്കുന്നതും. കേരളവും കോൺഗ്രസ് തന്നെ ഭരിക്കുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്, കേന്ദ്രത്തിൻ്റെ ഇടപെടലുകളെ അവഗണിച്ച് എൻഡോസൾഫാൻ നിർത്തലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവും, പക്ഷെ അതിന് പിന്നെ ഈ നമ്മളെ ഡീറ്റെയിൽസ് നിരത്തി വെച്ചുകൊണ്ട് എന്താണ് 1, 2, 3 എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നേതായിരിക്കണം, നമ്മുടെ സമൂഹത്തിന് ഇന്നേതായിരിക്കണം ഗുണം, കർഷകർക്ക് ഇന്നേതായിരിക്കണം ഗുണം എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ അതിനൊക്കെ തന്നെ അവർ പിന്മാറി. ഇത് പറയുന്നത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ചോളം എന്ത് തന്നെയായാലും ശരി, പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതൽ ഇടപെടലില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളും ഇന്ത്യ രാജ്യത്തൊക്കെ എടുത്താൽ ഈ ഇവരുടെ ഒരു ഇടപെടൽ, ആരാണ് എൻഡോസൾഫാൻ്റെ ആളുകൾ അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഏജൻറ്റ് ആരാണ്, അവരുടെ ഇടപെടൽ പലപ്പോഴും ഈ ഭരണ തലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബാധിക്കാറില്ല. ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആളുകൾ നമ്മുടെ കർഷകരും അതുപോലെ തന്നെ ഇത് ഇടപെടുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ തിരിച്ചറിയും. പിന്നെ ചില ഉദ്യോഗസ്ഥന്മാർ ഇതിനൊക്കെ തന്നെ കൂട്ടുനിൽക്കുന്നുമുണ്ട്. അത് ഈ കേന്ദ്രം മുതൽ ഇങ്ങോട്ട് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ദുഷ്ചെയ്തികളൊക്കെ തന്നെ വരുന്നത്. അത് പരമാവധി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. അതിന് നല്ല സഹായകരമായ നിലപാടാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നത്. ജനത്തിനിപ്പോൾ വിഷം കലർന്ന പച്ചക്കറിയിൽ നിന്നും രക്ഷ നേടാൻ കാണിച്ചു കൊടുത്ത ഒരു മാർഗം ബോധവൽക്കരണം, സ്വന്തമായി കൃഷി ചെയ്യാൻ ശ്രമിക്കണമെന്നതായിരുന്നു. ഇതിനൊപ്പം തന്നെ ഒരു ഉപദേശം കൂടി കൊടുത്തിരുന്നത്, തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ കർണാടകയിൽ നിന്നുമൊക്കെ മാരകമായ വിഷം കലർന്ന പച്ചക്കറികൾ കേരളത്തിലേക്ക് അതിർത്തി കടന്നു വരുന്നുണ്ട്, അത് വാങ്ങരുതെന്ന് കൂടിയായിരുന്നു. ഇത്തരം വിഷം കലർന്ന പച്ചക്കറികളുടെ ഈ അതിർത്തി കടന്നുള്ള വരവ് നിയന്ത്രിക്കാൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ? ഇപ്പം തടയൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ദിവസം സംസ്ഥാന ട്രാൻസ്പോർട്ട് സ്ട്രൈക്ക് ഉണ്ടായാൽ അന്ന് ഇത് വരില്ല. അതുണ്ടാകുന്ന ബഹളം കൂടുതലാണ്. പക്ഷേ ഈ പച്ചക്കറി ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നത് ശരിയാണ്. പച്ചക്കറി നിർബന്ധമാണ് സംസ്ഥാനത്തേക്ക്. ഈ നിർബന്ധമായ സാധനങ്ങൾ, അതുപോലെ തന്നെ ബ്രോയിലർ ചിക്കൻ, ഇതൊക്കെ തന്നെ ആവശ്യമാണ്. അതിൻ്റെ മറ്റ് ഘടകങ്ങൾ എന്താണ്, അതിന് മാരകമായ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെയാണ് ജനങ്ങൾ ഇതുവരെ വാങ്ങിച്ചിരുന്നത്. അത് പെട്ടെന്ന് നിർത്തലാക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധനം നിർത്തലാക്കിയിട്ടും കാര്യമില്ല, എങ്ങനെയെങ്കിലും ആളുകൾ എത്തിക്കും. ഈ പണ്ട് മറ്റ് സംസ്ഥാനത്തു നിന്ന് അരി കൊണ്ടുവരാൻ പാടില്ല, പക്ഷേങ്കിൽ വണ്ടിയുടെ അടിയിലൊക്കെ വെച്ച് ഒക്കെ കൊണ്ടുവരുന്ന കർണാടകത്തിൽ നിന്നൊക്കെ വരുമ്പോൾ അതുപോലെ കൊണ്ടുവരും. അതിൽ നിന്ന് തടയാൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ നമുക്കതിനൊരു എന്തായാലും എൻ്റെ ഒരു ലക്ഷ്യം ഈ പറഞ്ഞ മാതിരി ഒരു 2 വർഷം കൊണ്ടെങ്കിലും 100% നമ്മൾ ഈ പച്ചക്കറി രംഗത്ത് നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ സാധിക്കും. കാരണം നമ്മുടെ ഈ സർക്കാരിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ ഒരുപാട് ഭൂമി വെറുതെ കിടക്കുക. ഈവൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 2000-ഓളം ഏക്കറുണ്ട്. അതിൽ 400 ഏക്കർ മാത്രമേ കെട്ടിടങ്ങളും മറ്റ് സമുച്ചയങ്ങളുമായിട്ട് കിടക്കും. 400 ഇല്ല. എന്നാൽ പോലും 1500-ഓളം ഏക്കർ വെറുതെ കിടക്കുകയാണ് കൃഷിയില്ലാതെ. അപ്പോൾ അവിടെ കൃഷി ചെയ്താൽ മതി. ഏകദേശം 1500 ഏക്കറിൽ നമുക്ക് 10-15 ഐറ്റം ഈ പച്ചക്കറിയുടെ വിഭവങ്ങൾ നമുക്കവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ആ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന പോലെ കുമ്പളങ്ങ, വെള്ളരിക്ക, അതുപോലെയുള്ള പാവക്ക, ഇതൊക്കെ ഉണ്ടല്ലോ. അത് ഓരോരോ ഐറ്റമായിട്ട് കൃഷി ചെയ്തുകൊണ്ട് വളരെ സുന്ദരമായിട്ട് അത് കൃഷി ചെയ്യാൻ കഴിയും. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ മാത്രം കൃഷി ചെയ്യുന്നത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത നേടാൻ സാധിക്കും. സഫിഷ്യൻസി പലതും ഇപ്പോൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം ഈ KP മോഹൻ എന്ന് പറയുന്നൊരു മന്ത്രിക്ക് പലതും ചെയ്ത് തീർക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്തു നിന്ന് തടസ്സം നേരിടുന്നുണ്ടോ? അതൊക്കെ ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ നമ്മളൊന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയാത്തതല്ല, ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില വിഭാഗമുണ്ട്. ഇപ്പോൾ ഔദ്യോഗിക തലത്തിലുണ്ടാവും, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ തലത്തിലൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു നേരിടുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ഇന്നടുത്ത് ചെയ്യണം, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ യൂണിവേഴ്സിറ്റി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇവനിവിടുന്ന് വന്ന് നമ്മൾ ഇതുവരെ ആരും ചെയ്തിട്ടില്ലല്ലോ, ആ ഒരു ചിന്തയുള്ള ആളുകളുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഭൂരിഭാഗം ആളുകളെ കയ്യിലെടുത്തുകൊണ്ട് നമുക്കതിന് ആ ഘടകത്തെ മാറ്റാൻ സാധിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരെ മാറ്റാൻ സാധിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരെ മാറ്റാൻ സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഒരു ഭരണാധികാരി ആഗ്രഹിക്കേണ്ടത്. വളരെ നല്ല രീതിയിൽ നമുക്കതിന് ഒരു എതിർപ്പ് പഠിപ്പിച്ചുകൊണ്ടല്ല, അല്ലാത്ത രീതിയിൽ പാടൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും കൂടി അതിൽ പങ്കാളികളാവുക. നമ്മളും കൂടി പങ്കാളികളാകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സാധ്യമല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധ്യമല്ല. അതാണ് പലതും ഞാൻ പഠിച്ചത്. പണ്ട് മുതലേ അങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ. എൻ്റെ ഒരു ലൈൻ അതാ,
നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ നമ്മളും കൂടി അതിൽ പങ്കാളികളാകും. അത് മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ഒരു കർഷകൻ്റെ ചുമതലയാണ് എന്നുകൊണ്ട് നമ്മളും കൂടി പങ്കാളിയായിക്കൊണ്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് എത്തും. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരാൾക്ക് സാധ്യമല്ല. ഇപ്പം ഞാൻ ഇടപെട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെയാണ്. ഞാൻ ഈ പറഞ്ഞില്ല, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഇടപെട്ടത് അങ്ങനെയാണ്. പല സ്ഥലത്തും ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഓഫീസുകൾ എവിടെ നോക്കിയാലും കാട് പിടിച്ച് കിടന്ന് ഒരു വൃത്തിയും ഉണ്ടാവില്ല. കൃഷി ഓഫീസായാലും എന്ത് ഓഫീസ്, ഏതെങ്കിലും ഒരു ഓഫീസ് വൃത്തിയുള്ളതായിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉണ്ടാവും, ഒരുപാട് ജോലിക്കാരെയൊക്കെ തന്നെ വെച്ചുകൊണ്ടുണ്ടാവും. മറ്റ് ഓഫീസുകളുടെ അടുത്ത് നോക്കുക, ഒരു വൃത്തിയുമില്ലാത്ത ഓഫീസുകളാണ്. ശുചിത്വത്തിൽ തീരെ പിന്നോട്ടാണ്. ശുചിത്വം എന്ന് പറഞ്ഞാൽ മറ്റു രീതിയില്ല, പിന്നോട്ടാണ്. ഞാൻ എൻ്റെ എല്ലാ ഓഫീസുകളും നവംബർ 1 മുമ്പേ എല്ലാം വളരെ വൃത്തിയായിട്ട് പെയിൻ്റ് അടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, സർക്കുലർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇതാണ്, ഒരു രീതിയാണ്. അത് മറ്റുള്ളവരും അനുകരിക്കും. നമ്മളിടയിൽ ഒരു മത്സരം തന്നെ രംഗത്ത് വരണം. ഇങ്ങനെ മത്സരം വന്നാൽ മാത്രമേ നമുക്ക് ഈ ശുചിത്വം എന്ന് പറയുന്നത്, നമ്മുടെ ക്ലീൻനെസ്, നമ്മൾ നല്ല വെള്ള ഷർട്ടും കുപ്പായം ഇടുക, മറ്റേ മുടി ചെയ്യുക, നല്ല പൗഡറൊക്കെ ഇട്ട് നടക്കുക, അത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഞാനിരിക്കുന്ന കസേര മാത്രം നന്നായാൽ മതി എന്ന ചിന്ത പോരാ, ചുറ്റുപാട് നന്നാവണം. അപ്പോൾ ആ ചുറ്റുപാട് നന്നാവും. ഇത് എല്ലാറ്റിലും വരണം. നമ്മുടെ സ്വഭാവത്തിലും, നമ്മുടെ ചെയ്യുന്ന പ്രവർത്തനത്തിലും, നമ്മുടെ ഔദ്യോഗിക രൂപം എന്താണ്, അതിലും ഒക്കെ തന്നെ വരണം. അങ്ങനെ ഒരു മനസ്ഥിതി, ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരുപാട് പണം കേന്ദ്ര സർക്കാർ തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സാധ്യതകളും ഏറെ. പുതിയ രീതിയിലുള്ള ഫാമിംഗ്, ഇപ്പോൾ നമുക്കറിയാം, മെക്കാനിസം നിർബന്ധമാണ്. പഴയ കാലത്തെ പോലെ തൊഴിലാളികളെ കിട്ടില്ല. ഇപ്പോഴും തൊഴിലാളികൾ മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട്. ഇപ്പം പുതിയ ട്രാക്ടറുകൾ, ടില്ലറുകൾ ഇതൊക്കെ തന്നെ വന്നുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യാനും അത് ഉപയോഗിച്ചുകൊണ്ട്, ഞാനിപ്പോൾ എൻ്റെ നാട്ടിലിപ്പോൾ ഈ ഞാറ് നടീൽ കർമ്മത്തിലൊക്കെ പോയപ്പോൾ വയലിലിറങ്ങി നടക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് മാത്രമല്ല, ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു മനസ്ഥിതി മൈൻഡ് സെറ്റ് മാറ്റി എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഈ രംഗത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. 5 വർഷം ഒരു സർക്കാരിൻ്റെ സമയപരിധി. 5 വർഷത്തിനിടയിൽ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു സംരംഭം എന്താണ്? ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ 100% തരിശുഭൂമി കൃഷിയുക്തമാക്കുക. അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഞാൻ പറഞ്ഞ പോലെ 2 വർഷം കൊണ്ടെങ്കിലും പച്ചക്കറി രംഗത്ത് നമുക്ക് സ്വയം പര്യാപ്തം നേടാൻ കഴിയും. അതുപോലെ തന്നെ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുട്ടയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കിക്കൊണ്ട് മുട്ട ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് വരാനും സാധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല സഹകരണം പല ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുമുണ്ട്, നല്ല സഹകരണമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യണം എന്ന ആഗ്രഹമാണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ അവർക്ക് അതിലുള്ള ഒരു സന്തോഷവുമുണ്ട്. കുറച്ച് കഠിനാധ്വാനം ചെയ്യണം എന്നതാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം. കുറച്ചും കൂടി അധ്വാനിക്കണം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കോഴിക്കോട് ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട തറക്കല്ലിടൽ കർമ്മവും അതുപോലെ തന്നെ ഉദ്ഘാടനവും ചെയ്ത കാലിത്തീറ്റ ഗോഡൗണും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാന്റിൻ്റെ തറക്കല്ലിടലും, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഒരു ദിവസം ഞാൻ നാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വരുമ്പോൾ പെട്ടെന്ന്, ഇത് സാധാരണ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ കോഴിക്കോടേക്ക് വരുമ്പോൾ കാണും. അപ്പോഴൊക്കെ തന്നെ ഇതിപ്പോൾ 20 വർഷമായിട്ട് പൂട്ടിക്കിടന്ന നാളികേര വികസന കോർപ്പറേഷൻ്റെ ഒരു നാളികേര സംഭരണ കേന്ദ്രമായിരുന്നു അത്. ഒരു ദിവസം കത്തിപ്പോയി. 18 വർഷം മുമ്പേ കത്തിയത്. പിന്നെ ആരും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല, ഗേറ്റ് പോലും നോക്കില്ല. ആരും വാച്ച്മാൻ വരും, അടക്കം നോക്കുക എന്നല്ലാതെ. പാമ്പുകളും ഒക്കെ തന്നെ കയറി കൂടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി, വെറുതെ ഒന്ന് അവിടെ ഇറങ്ങി ആ ഗേറ്റിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഒരു സങ്കടം. അങ്ങനെ ഉണ്ടല്ലോ, കേരളത്തിൻ്റെ വലിയൊരു അസറ്റ് ഇങ്ങനെ വെറുതെ പൂട്ടിക്കിടക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി. അപ്പോൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തന്നെ അതിനെപ്പറ്റി ആലോചിച്ചു, ഇതാരതാ എന്താ. അപ്പോൾ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ കുറച്ച് ഞങ്ങളായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല സാർ, ഇത്ര കോടി ബാധ്യതയുണ്ട്, അങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോഴാണ് നമ്മൾ കേരള ഫീഡ്സിൻ്റെ MD ആയിരിക്കും സുരേഷ് അവിടെ എത്തും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, നമുക്ക് കേരള ഫീഡ്സിന് വേണ്ടി സാർ ചെയ്യാം സാർ എന്ന് പറയും. അപ്പോൾ എനിക്ക് അത്ര വലിയ ഇതൊന്നും തോന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു പദ്ധതി, ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കി. പിറ്റേന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്തെത്തി പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണെത്തി, ബുധനാഴ്ച യോഗം വിളിച്ചു. പിന്നെ അപ്പോൾ തന്നെ ഒരു MOU ഉണ്ടാക്കി. ഞങ്ങളും കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ഏകദേശം അതിൻ്റെ പദ്ധതികൾ ഉണ്ടാക്കി. 50 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. 300 മെട്രിക് ടൺ കേരള ഫീഡ്സ് കാലിത്തീറ്റ ഉണ്ടാക്കുന്ന ഒരു പുതിയ പ്ലാന്റിന് തറക്കല്ലിടാനുള്ള നടപടികളുമായി. അങ്ങനെ ഈ കഴിഞ്ഞ മാസത്തിൽ
ഞങ്ങളതിൻ്റെ തറക്കല്ലിടലും കഴിഞ്ഞ് ഗോഡൗണിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. 10 ഏക്കർ സ്ഥലമാണ് ഹൈവേയിലുള്ള സ്ഥലം. ഇത് ഞാൻ ഉദാഹരണം പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാഴ്ചപ്പാട് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണത്. അത് എൻ്റെ മനസ്സിനെ സംബന്ധിച്ചാലും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ രംഗത്ത് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പച്ചക്കറി രംഗത്ത്, അതുപോലെ തന്നെ നമ്മളെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, VFPCK എന്നൊക്കെ തന്നെ പറയുന്ന സ്ഥാപനങ്ങൾ ഈ പച്ചക്കറി രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ്. ഞാനിത് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊന്നും ജനങ്ങൾ അറിയുന്നില്ല. കുറേ കാര്യങ്ങൾ ചില പ്രദേശത്തുള്ള ആളുകൾ മാത്രം അറിയുന്നു. അങ്ങനെ ഒട്ടേറെ സംവിധാനങ്ങളുള്ള ഈ കാർഷിക വകുപ്പിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്, ഈ വകുപ്പിനെ കാണുന്നത്. പച്ചക്കറിയുടെ കാര്യം പോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നെൽകൃഷിയുടെ കാര്യം പോലെ തന്നെ തെങ്ങിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയുള്ളൊരു തലമുറ തെങ്ങ് കൃഷിയിൽ എത്രത്തോളം ശ്രദ്ധിക്കും എന്നത് തന്നെ ഒരു വളരെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ തുടർന്നു പോയാൽ ഈ കേരമില്ലാത്തൊരു കേരളമായി മാറിപ്പോകാൻ തന്നെ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് കൃഷി വകുപ്പ് സ്വീകരിക്കുന്നത്? ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറഞ്ഞ മാതിരി കേരളത്തിൻ്റെ ആ പേര് തനിമ നിലനിർത്തണം. നമ്മളെവിടെ നോക്കിയാലും കേരവൃക്ഷം മാത്രം കണ്ടിരുന്ന സ്ഥലത്ത് കേരവൃക്ഷം വെട്ടി റബ്ബർ നടുന്നവരുണ്ട്, ഇതൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ അത് മാറണം. എന്തായാലും നമ്മൾ പഴയ കൺസെപ്റ്റിലേക്ക് തന്നെ പോകണം. പണ്ട് നമ്മുടെ ഒരു സംസ്കാരം തന്നെയാണ് നാളികേരം മാത്രം കൊണ്ട് ജീവിച്ച ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ തന്നെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരുപാട് തേങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് 2, 3, 4 ആളുകളൊക്കെ തന്നെ വെച്ച്. ഇപ്പോൾ ഇതില്ല, 10, 50 തെങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളുകൾ വന്നിങ്ങനെ അത് ഉരിക്കലും അത് പൊളിക്കലും ഒക്കെ തന്നെയായി. എന്നിട്ട് അതിൻ്റെ കൊപ്രയെടുത്ത് ഉണക്കി അത് കൊണ്ടുപോവുക. അതൊക്കെ തന്നെ ഒരു ഉത്സവം പോലെയാണ്. 2-3 ലോറി വന്ന് ഇതിൽ കയറ്റി കൊണ്ടുപോകുന്ന അതൊരു ഉത്സവം പോലെ. അത് ഇനിയും വരണം. എന്തായാലും നമ്മൾ നാളികേരത്തെ സംബന്ധിച്ച് വലിയൊരു മാറ്റം, ഈ മണ്ടരി രോഗം ഉണ്ടായതാണ് കുറേ ആളുകളെയൊക്കെ തന്നെ വേദനിപ്പിച്ചത്. അതിനുള്ള സഹായങ്ങളും കുറവാണ്. അപ്പോൾ സഹായങ്ങൾ കൂട്ടിക്കൊടുത്തുകൊണ്ടും വീണ്ടും പഴയ രീതിയിൽ ഒരു വീട്ടിലെ ഒരു തെങ്ങ് പുതുതായിട്ടെങ്കിലും നട്ടുപിടിപ്പിക്കാനൊരു സംരംഭമായിട്ടാണ് വിദ്യാർത്ഥികളെ രംഗത്ത് കൊണ്ടുവരിക. വിദ്യാർത്ഥികൾ നല്ലൊരു എന്താ പറയുക പ്രോത്സാഹനമാണ് ഈ രംഗത്ത്. നമ്മൾ കഴിഞ്ഞ കാലത്ത് നടത്തിയ എൻ്റെ മരം പദ്ധതി, കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്നു എൻ്റെ മരം പദ്ധതി. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന എല്ലാ വീട്ടിലും പച്ചക്കറി എന്നൊരു ഓണക്കാഴ്ചയോട് കൂടിയിട്ട് 29 ലക്ഷം വീടുകളിൽ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ അവർക്കൊരു ആഗ്രഹം ഉണ്ടായി തുടങ്ങി. ഈ പച്ചക്കറി നമുക്ക് സ്വന്തമായിട്ട് നടണം, ആ സ്വന്തമായിട്ട് നട്ടാൽ ഉണ്ടാകുന്ന രീതികളൊക്കെ തന്നെ അതൊക്കെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ, അതിനുള്ള സഹായം. അപ്പോൾ അതുപോലെ തന്നെ ഈ കേരവൃക്ഷം നിർബന്ധമായിട്ട് കൊണ്ടുവരുകയും അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തെക്കാൾ, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ തെങ്ങിൽ കയറാൻ ആളെ കിട്ടുന്നില്ല, മെക്കനൈസേഷൻ രംഗത്ത് നിർബന്ധമാണ്. ഇപ്പോൾ പഠിച്ച ആളുകൾ ഇപ്പം ചെയ്യുന്നുണ്ട്, അതേസമയം പുതിയ ആളുകൾ വരുന്നുമില്ല. പുതിയ ആളുകൾക്ക് ഈ മെഷീൻ അത്രമാത്രം യോജിച്ചു പോകാൻ സാധിക്കില്ലെങ്കിൽ കുറേയൊക്കെ തന്നെ യോജിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മെക്കനൈസേഷനും അതിനുള്ള സൗകര്യങ്ങളും പെൺകുട്ടികളും ഇപ്പോൾ ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ രംഗത്ത് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ തെങ്ങ് വ്യാപകമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിലുള്ള ഏറ്റവും പ്രധാന തെങ്ങ് നമുക്ക് ഈ പറമ്പിൽ വെക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. പറമ്പിൽ വെക്കാനുള്ള സൗകര്യങ്ങളില്ല എന്ന രൂപത്തിലൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ മനസ്ഥിതി കുറേയൊക്കെ തന്നെ മാറിയാൽ മാത്രമേ ഈ രംഗത്തൊക്കെ തന്നെ കൂടുതൽ മുന്നോട്ട്, അതിൻ്റെ നടപടികളുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മനസ്ഥിതി മാറ്റിക്കൊണ്ട് കൂടുതൽ കേരവൃക്ഷം ഉണ്ടാവുക, അത് അത്തരം ഉൽപ്പന്നങ്ങൾ നമ്മുടെ സ്വന്തമായിട്ടുണ്ടാവുക എന്നതാണ് കാണുന്നത്. ഇപ്പോൾ റബ്ബറും അതുപോലെ തന്നെയാണ്. റബ്ബർ നല്ല വില കിട്ടുന്നതാണ്. അവിടെ നമുക്ക് ഒഴിച്ചു നിർത്താൻ സാധ്യമല്ല. ഒരു സ്വയം വിലയിരുത്തൽ നടത്തുമ്പോൾ KP മോഹൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെക്കുറിച്ച്, അതുപോലെ ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ എന്തായിരിക്കും ഒരു അഭിപ്രായം? പുതുതായിട്ടൊരു തോന്നിയിട്ട്, പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പുതിയ സംവിധാനമാണല്ലോ. ഇതുവരെ പണ്ട് വിദ്യാർത്ഥി സംഘടന മുതൽ ഇങ്ങോട്ട് പോകത്ത് രാഷ്ട്രീയ പ്രവർത്തകനായി, പഞ്ചായത്ത് മെമ്പറായി, അങ്ങനെയെല്ലാം കുറേ കാലം ജീവിച്ചു. പക്ഷേ കുറേ കാര്യങ്ങൾ പഞ്ചായത്ത് മെമ്പറായപ്പോഴും എൻ്റെ സ്ഥിതി തന്നെയായിരുന്നു. എല്ലാ വീടുകളിലും ഒരു പ്രാവശ്യമെങ്കിലും പോകും. അതുപോലെ തന്നെ ഈ വിദ്യാലയങ്ങളുമായിട്ട് ഒരു വലിയ ബന്ധമാണ്. ഞാൻ എൻ്റെ 149 LP UP ഹൈസ്കൂൾ ഒരു കോളേജൊക്കെ ഉള്ള മണ്ഡലമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ. ഇപ്പം 2 കോളേജുണ്ട്. വലിയ ഇതാണ് കൂത്തുപറമ്പ് കൂടി വന്നപ്പോൾ. അപ്പോൾ വിദ്യാലയങ്ങളുമായിട്ട് നല്ല ബന്ധം. എല്ലാ വിദ്യാലയങ്ങളിലും ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും എത്താൻ ഞാൻ എത്താറുമുണ്ട്. അപ്പോൾ പല രീതിയിലാണ് ഈ ശുചിത്വത്തെ കാര്യത്തിൽ ബോധവൽക്കരണം നടത്താൻ, പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാതൃക, അതൊക്കെ തന്നെ കുട്ടികളുമായിട്ട് സംവദിക്കാനൊക്കെ തന്നെ ആവശ്യം. അപ്പോൾ നല്ലൊരു ഇതാണ് വിദ്യാലയവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ വിദ്യാലയങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, ജനങ്ങളുമായിട്ട് ബന്ധം കൂടുതലുണ്ടാക്കി. ഇപ്പം ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ മറ്റു രീതിയിലായിപ്പോന്നു.
സാധാരണ കണ്ടുവരുന്ന ആളുകളല്ല ഇപ്പോൾ ഉള്ളത്, പുതിയ ആളുകളെയും കൊണ്ട്. അപ്പോൾ ആളുകളെ ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാനും ഈ പഠിപ്പിക്കാനും കഴിയുന്ന ഒരു മേഖലയായിട്ടാണ് മാറുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഇതിന് ഒരു മാറ്റം എന്നില്ല, പഴയ രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുക, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് മാത്രമാണ്. പിന്നെ അതിലൊരു പുതിയ ആശയങ്ങളായിട്ട് ചോദിച്ച പോലുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല.